പലപ്പോഴും പലരുടെയും ഒരു വിശ്വാസമാണ് സിമ്പിളായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കൊരിക്കലും നമ്മുടെ ലൈഫിനെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആക്കാൻ പറ്റില്ല. ഒത്തിരി കഷ്ടപ്പെടണം, എന്നാൽ മാത്രമേ നമുക്ക് ലൈഫ് ഭയങ്കര ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആക്കാൻ പറ്റൂ, നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ റുട്ടീനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ് പലരുടെയും വിശ്വാസം. എന്നാൽ ഞാൻ പറയുന്നു അതങ്ങനെയല്ല. ആക്ച്വലി സിമ്പിൾ തിങ്സ് ക്യാൻ ബ്രിങ് എ ലാർജ് ഔട്ട്കം. നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഔട്ട്കം വളരെ വലുതായിരിക്കും. പക്ഷേ മനുഷ്യൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല. നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് നേടാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സിമ്പിൾ ടെക്നിക് ഡെഫിനറ്റ്ലി ലൈഫിനെ ഡ്രാസ്റ്റിക്കലി ഇറ്റ് ക്യാൻ ചേഞ്ച് ദി ലൈഫ്. യു വിൽ ബി ഡെഫിനറ്റ്ലി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്. ആ ഒരു സിമ്പിൾ ടെക്നിക്കാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും, ചുമ്മാ കുറച്ച് നേരം ഇരുന്ന് ശ്വാസം എടുത്ത് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സക്സസ്ഫുൾ ആകുന്നതെന്ന്. അങ്ങനെ ഒരു ചിന്ത തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്നത്? ഇറ്റ്സ് ബിക്കോസ് അത് വളരെ സിമ്പിളല്ലേ. ജസ്റ്റ് ഇരുന്ന് കണ്ണു അടച്ചിരുന്ന് കുറച്ച് നേരം ഇരുന്ന് ശ്വാസം എടുത്ത് വിട്ട് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആകുന്നത് എന്നുള്ളതാണ് പലരുടെയും വിശ്വാസം. ഇതുപോലെയായിരുന്നു പണ്ട് നമ്മുടെ സ്റ്റീം എൻജിൻ. ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് സ്റ്റീം എൻജിൻ കൊണ്ടുവന്നത് ഇംഗ്ലണ്ടിലാണല്ലോ. അന്നും ഇതേപോലെ തന്നെയായിരുന്നു ആൾക്കാരുടെ എല്ലാം വിശ്വാസം. സ്റ്റീം അല്ലേ, ആവി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുട്ടുണ്ടാക്കാനായിട്ട് മേ ബി നമ്മൾ യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്റ്റീം എൻജിൻ പ്രവർത്തിക്കാൻ കഴിയുന്നത്? അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അത് വളരെ ഒരു ആവി വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ എന്നായിരുന്നു ആൾക്കാരുടെ ഒരു വിശ്വാസം. ഈവൻ സ്റ്റീം എൻജിൻ കൊണ്ടുവന്നപ്പോൾ പോലും ആരും അതിൽ കയറാൻ തയ്യാറായിരുന്നില്ല. ബിക്കോസ് ദേ കുഡ്ന്റ് ബിലീവ് ദാറ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റീം, ഹൗ ക്യാൻ ഇറ്റ് ഡ്രൈവ് ദി ഹോൾ എൻജിൻ ആസ് സച്ച്? ഹൗ ക്യാൻ പീപ്പിൾ ട്രാവൽ? ആൾക്കാർക്ക് എങ്ങനെ അത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും? അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പോലും ആൾക്കാർക്ക് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദേ ഹാവ് മെയ്ഡ് ഇറ്റ്, മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവന്നു. പക്ഷേ എന്നിട്ട് പോലും ആൾക്കാർക്ക് കയറാൻ അതിൽ വളരെ ഭയമായിരുന്നു. ബിക്കോസ് ഇതിപ്പം ശരി സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അത് നിൽക്കുമോ? ഈ സ്റ്റീം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ. അതിനെ എങ്ങനെയോ ആ ഒരു സ്റ്റീം എൻജിനെ, ഐ മീൻ ടു സേ ദാറ്റ് ഹോൾ ട്രെയിനിനെ അവിടെ നിർത്താൻ കഴിയുമോ? അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ കയറുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഹിസ്റ്ററി നോക്കിയാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അപ്പോൾ അന്ന് പീപ്പിൾ വെയർ റിയലി ഹെസിറ്റൻ്റ്. അവർക്ക് കയറാനേ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരെയും എന്താ പറയുക, ഇന്നിപ്പം ടിക്കറ്റ് എടുത്ത് നമ്മൾ വീൽ ഹാവ് ടു അല്ലേ ട്രെയിനിലൊക്കെ കയറണമെങ്കിൽ. പക്ഷേ അന്ന് ആ സമയത്ത് സ്റ്റീം എൻജിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ആൾക്കാർ കയറാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പലരെയും കെഞ്ചിയാണ് കയറ്റാനായിട്ട് ശ്രമിച്ചത്. എന്നിട്ട് അവസാനം അൾട്ടിമേറ്റ്ലി ദേ ഹാവ് മെയ്ഡ് ഇറ്റ്. അത് ആക്ച്വലി പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഈ വിശ്വാസക്കുറവ് കൊണ്ട് മാത്രമാണ്. എന്നിട്ട് അവസാനം അവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ജയിലിലെ കുറച്ച് ജയിൽവാസികളെ കൊണ്ടുവന്നു. ബിക്കോസ് ഡെഫിനറ്റ്ലി എന്തായാലും അവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് മാക്സിമം വന്നാൽ എന്തായാലും അത് മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അവരെയാണ് അവസാനം കയറ്റിയത്. പക്ഷേ അത് വളരെ സക്സസ്ഫുള്ളായിട്ട് അത് ആ ട്രെയിൻ ഓടുകയും അത് നിൽക്കുകയും ചെയ്തു. അത് കണ്ടപ്പോൾ ആൾക്കാർക്കെല്ലാം വളരെ അതിശയമായിരുന്നു. അപ്പം ഇതിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്ന്, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അന്നും ആൾക്കാർ ഈ സ്റ്റീം ആവി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു ട്രെയിൻ ഓടുന്നത്, അതുകൊണ്ട് ആ ട്രെയിനിന് എങ്ങനെ അതിലിരുന്ന് കംഫർട്ടബിളായിട്ട് സേഫായിട്ട് ആൾക്കാർ ഒരു സ്ഥലത്ത് എത്തിച്ച് അവിടെ നിർത്തും എന്നൊക്കെ വിശ്വസിക്കാൻ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് ട്രെയിൻസ്, യു നോ ദാറ്റ് അല്ലേ, പല തരത്തിലുള്ള ട്രെയിൻസ്, വിവിധ ടൈപ്സ് ഓഫ് ട്രെയിൻസ് ആർ അവൈലബിൾ നൗ അല്ലേ. ഇഫ് യു വോണ്ട് ടു ട്രാവൽ, നമുക്ക് ദൂര സ്ഥലങ്ങളിൽ ട്രാവൽ, ഇറ്റ്സ് എ വെരി സക്സസ്ഫുൾ പ്രോജക്റ്റ്. പക്ഷേ ഒരു കാലത്ത് അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ. ഒരു ആവി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ, ഒരു സ്റ്റീം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ. അതുകൊണ്ട് എങ്ങനെ ഇതൊക്കെ പറ്റും
എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ പോലും ഇപ്പോൾ അത് വിശ്വസിച്ച് അതൊരു സക്സസ്ഫുൾ പ്രൊജക്റ്റായിട്ട് പോകുന്നു. അതുപോലെ തന്നെയാണ് ഇതും. നമ്മളിപ്പോൾ വിചാരിക്കും ജസ്റ്റ് ഒരു ശ്വാസമല്ലേ, ശ്വാസം എടുത്ത് വിടുക എന്ന് പറഞ്ഞ് അത് നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമല്ല. ദാറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. ഈ ഒരു സിമ്പിൾ തിങ്ങിന് എങ്ങനെയാണ് ഇത്രയും വലിയ സക്സസ് ഒക്കെ കൊണ്ടുവരാൻ കഴിയുന്നത് എന്നുള്ളതാണ് പലരുടെയും തെറ്റിദ്ധാരണ. പക്ഷേ ഈ ഒരു സിമ്പിൾ കാര്യം, ലൈക്ക് കുറച്ച് നേരം നമ്മൾ കണ്ണടച്ചിരുന്ന് കുറച്ച് നേരം നമ്മൾ ബ്രെത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാമെങ്കിൽ, പക്ഷേ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്നും ചെയ്യാമെങ്കിൽ, കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ എന്നും ചെയ്യാമെങ്കിൽ, ഇറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി ക്രിയേറ്റ് വണ്ടേഴ്സ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ എല്ലാ മേഖലയിലും, അതായത് നിങ്ങളുടെ ഹെൽത്ത് ആണെങ്കിലും മണി ആണെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും കരിയർ ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സക്സസ് വന്നിരിക്കും. ഇത് ഞാൻ പറയുന്നതല്ലേ, തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. പക്ഷേ എന്നും കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് മെഡിറ്റേഷൻ. ഈ ഒരു സിമ്പിൾ പ്രാക്ടീസ് ഡെഫിനറ്റ്ലി ക്യാൻ ബ്രിങ് ബിഗ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ മനസ്സിന് വളരെ ശാന്തിയും കോൺസെൻട്രേഷനും, നിങ്ങൾക്ക് വളരെ സന്തോഷം 24/7 നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഭയങ്കര വണ്ടർഫുൾ ഒരു ടെക്നിക്കാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് എന്നും റെഗുലറായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ ബെനിഫിഷ്യലാണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഇൻ ദി കമൻറ്റ് ബോക്സ്. അതുപോലെ തന്നെ ഞാൻ പേഴ്സണൽ കോച്ചിങ് സെഷൻസ് പലർക്കും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേർക്ക് അതിനുള്ള ഭയങ്കര ബെനിഫിറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരു ടെക്നിക്ക് മാത്രമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഒത്തിരി പ്രാക്ടീസസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് സിമ്പിളായിട്ട് വിചാരിക്കുന്ന കുറേ പ്രാക്ടീസസ് ലൈക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലായി, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഐ തോട്ട് ലൈക്ക് ഐ ബി ഷെയറിങ് വിത്ത് ദി അതേഴ്സ്. ഒരു കറക്റ്റായിട്ടൊരു ഷെഡ്യൂൾ ഐ ഹാവ് പ്രിപ്പയർഡ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഐ വിൽ ബി ഗൈഡിങ് പീപ്പിൾ ത്രൂ മൈ പേഴ്സണൽ കോച്ചിങ്, ഹാപ്പിനെസ് കോച്ചിങ് സെഷൻസ്. അത് ഒത്തിരി പേർക്ക് ഇപ്പം തന്നെ ഒത്തിരി പേർക്ക് അത് വളരെ ബെനിഫിഷ്യൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ തോട്ട് ലൈക്ക് ഇഫ് ഐ ക്യാൻ റീച്ച് ടു മെനി പീപ്പിൾ, ഒത്തിരി ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കുവാണെങ്കിൽ അത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓക്കെ ദെൻ, താങ്ക് യു.